ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ സൗകര്യമില്ലാത്തത്? പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളെപ്പോലെ ഇവളനുസരിക്കാൻ പറ്റാത്തോണ്ടാ. വിവാഹം നിശ്ചയിച്ച പെണ്ണാണെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ അത് കാണിക്കേണ്ടത് അവളുടെ വീട്ടിലാ, ഞങ്ങളുടെ നേർക്കല്ല. ക്രൂരത സംഭവിച്ചിരിക്കുന്നത് ഈ നിൽക്കുന്ന മാണിക്കുഞ്ഞിനെ നേർക്കാം. മാണിക്കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തായത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. മാണിക്കുഞ്ഞിനെ പുറത്താക്കാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. ഉണ്ടോ? നീ എന്തൊക്കെയാ പറയുന്നേ? മാണിക്കുഞ്ഞിനോട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിരോധം കാണിച്ചിട്ടുണ്ടോ? അല്ല നവീനെ, നീ പെരുങ്കണ്ണനെ വെളുപ്പിക്കാൻ വേണ്ടിയാണോ ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയാള് മുത്തശ്ശിയുടെ മുറിയുന്ന ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത് എല്ലാരും കണ്ടതല്ലേ? അതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? അതിൽ കൂടുതൽ എന്തെങ്കിലും തെളിയിക്കാനുണ്ടെങ്കിലോ അമ്മായി? നവീനെ, കാര്യം ഞങ്ങളൊന്നുമില്ലാത്തവരാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്ന് കരുതി ഇങ്ങനെ പരിഹസിക്കരുത്. ഒന്നുമില്ലായ്മ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അമ്മാവനത് മനസ്സിലാക്കണം. മാണിക്കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. മാണിക്കുഞ്ഞിനെ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരോ ബോധപൂർവം മാണിക്കുഞ്ഞിനെ കുടുക്കിയതാ. അതാരാണെന്നാ നവീൻ ചോദിക്കുന്നത്. അതെ, കല്യാണം കഴിഞ്ഞ നവീനോടൊപ്പം ഈ കുടുംബത്തിലേക്ക് നീ കേറിയിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങളെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യാറൊക്കെ ആയോ? അമ്മേ, വലിയ പണക്കാരിയല്ലേ, അപ്പൊ പിന്നെ എന്തും ചെയ്യാന്നൊക്കെ ആവും. നവീനെ, ഇക്കണക്കിന് പോയാൽ എനിക്ക് തോന്നുന്നതേ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇവളുടെ അമ്മയുടെ അടിമയായിട്ട് നീ മാറും. അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലേ അമ്മ. നമുക്കിപ്പോ മാണിക്കുഞ്ഞിന്റെ കാര്യമാണ് അറിയാനുള്ളത്. ഞാൻ ഒരു വട്ടം കൂടി എല്ലാവരോടും ചോദിക്കുക, ചെയ്തത് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും നല്ലതാ. പറ, ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. CCTV നോക്കിയതും അത് കണ്ടുപിടിച്ചതും ഞങ്ങളൊന്നുമല്ലല്ലോ, നീ തന്നെയല്ലേ? നവീനെ, കാര്യം എന്താന്ന് തെളിച്ചു പറയേ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മുത്തശ്ശി, ആചാരപ്രകാരം ഈ തറവാടിന്റെ ദേവതകൾ നാഗദേവതകളാണല്ലോ. നാഗദേവതകളുടെ ശക്തിയെക്കുറിച്ച് ഇവിടെ ആർക്കും സംശയമില്ലെന്നാണ് എന്റെ വിശ്വാസം. അമ്മേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവളോട് ആദ്യം അടങ്ങി അവിടെ നിൽക്കാൻ പറ. ഗാതെ, ഞങ്ങളുടെ തറവാട്ടിലെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം, നീ ഇടപെടണ്ട. ഗാഥയുടെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ ആരാധികം ചിന്തിക്കണ്ട. ഗാഥ പറയുന്നത് അനുസരിക്കാൻ എന്റെ തീരുമാനം.
തെറ്റ് ചെയ്യാത്തവർക്കേ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും മാണിക്കുഞ്ഞിന്റെ കാര്യത്തില് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നാഗദൈവങ്ങളെ തൊട്ടിട്ട് സത്യം ചെയ്യണം. അതിനെന്താ മോളെ, ദൈവങ്ങളുടെ മുന്നിലല്ലേ, ആദ്യം ഞാൻ തന്നെ സത്യം ചെയ്യാം. മനസ്സാ വാച മാണിക്കുഞ്ഞിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു കാര്യവും എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കരുതിയ മാണിക്കുഞ്ഞിനെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സത്യം. അതെ, ഇനി അമ്മയുടെ കൂടാണ്. സത്യം ചെയ്യുന്നില്ലേ? എനിക്കേ സൗകര്യമില്ല. എന്താ സൗകര്യമില്ലാത്തത്? പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളെപ്പോലെ ഇവളനുസരിക്കാൻ പറ്റാത്തോണ്ടാ. വിവാഹം നിശ്ചയിച്ച പെണ്ണാണെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിലേ അത് കാണിക്കേണ്ടതേ അവളുടെ വീട്ടിലാ, ഞങ്ങളുടെ നേർക്കല്ല. നാണമില്ലേ നിങ്ങൾക്കൊക്കെ അവള് പറയുന്ന അനുസരിക്കാൻ? ഇതിലും നല്ലത് തറവാട് അവളുടെ പേരിൽ എഴുതി കൊടുക്കുന്നതല്ലേ. നിർമ്മലേ, സത്യം ചെയ്യാത്തതിന്റെ പേരില് ഇവിടുന്ന് പുറത്താക്കാനാണ് ഇവരുടെ തീരുമാനമെങ്കിൽ അവര് പുറത്താക്കട്ടെ. നീ വാ, അഭിമാനം പറ്റി ജീവിക്കാൻ പറ്റില്ല. ആ നിന്നെ അവിടെ നിന്നെ